നമസ്കാരം. സുപ്രധാന നിയമങ്ങൾ എന്ന ടോപ്പിക്കിലെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ ക്ലാസ് ആണ്. ഈ ഭാഗത്തെ മുൻ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ് കൂടി കാണുക. അതിന്റെ ലിങ്ക് മുകളിൽ നൽകിയേക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് വനിതകൾ, കുട്ടികൾ, മുതിർന്നവർ ഇവരുമായി ബന്ധപ്പെട്ട് വരുന്ന അവകാശങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പം ഇതേ ടോപ്പിക്ക് തന്നെയാണ് കേരളം ഭരണരംഗം എന്ന് പറയുന്ന ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അപ്പം ഈ രണ്ട് ഭാഗത്തെയും കൂടി ചേർത്തുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ഭാഗം എടുക്കുന്നത്. ഇനി ഈ രണ്ടു ഭാഗങ്ങളിൽ നിന്ന്, അതായത് കേരളം ഭരണരംഗം, സുപ്രധാന നിയമങ്ങൾ, ഈ രണ്ടു ഭാഗത്ത് നിന്ന് എടുക്കാത്ത ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ നൽകുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഭാഗം ഇനി വരുന്ന എല്ലാ പരീക്ഷയ്ക്കും വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം ഈ ഭാഗം പഠിക്കുക. ഞാൻ പ്രതിൻ വി പോത്തൻ, ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു ഭാഗത്ത് ആദ്യം നമ്മൾ പഠിക്കുന്നത് വനിതകളുമായി ബന്ധപ്പെട്ട് വരുന്ന അവകാശങ്ങളെ പറ്റിയാണ്. ആ ഒരു ഭാഗത്ത് ആദ്യം അറിഞ്ഞിരിക്കുക, അന്താരാഷ്ട്ര തലത്തിൽ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്. എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമായിരിക്കും. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്. മാർച്ച് 8. അങ്ങനെയാണെങ്കിൽ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നതോ? ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13 എന്നാണ്. ഫെബ്രുവരി 13. അങ്ങനെയാണെങ്കിൽ ഈ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമായിരിക്കും? അത് സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ്. ആരുടെ ജന്മദിനമാണ്? സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് ദേശീയ വനിതാ ദിനമായിട്ട് ഫെബ്രുവരി 13 ആചരിക്കുന്നത്. അപ്പൊ മാർച്ച് 8ഉം ഫെബ്രുവരി 13 നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള ഡേറ്റുകളായിരിക്കും വനിതകളുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഇവിടെ ഒരു ഡേറ്റ് കൂടി നിങ്ങൾ പഠിച്ചിരിക്കുക. നവംബർ 25 അന്താരാഷ്ട്ര തലത്തിൽ വനിതകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ദിവസം എന്ന രീതിയിൽ ആചരിക്കുന്ന തീയതിയാണ് നവംബർ 25. നവംബർ 25 വനിതകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കുന്ന ഡേറ്റ് എന്ന് ഓർത്തിരിക്കുക. നവംബർ 25. അപ്പം ഈ ഒരു 3 ഡേറ്റുകളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇനി വനിതകളുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ വനിതാ കമ്മീഷനെ പറ്റിയാണ് പഠിക്കേണ്ടത്. പല പ്രാവശ്യം പല പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ പഠിക്കുക. അപ്പം ഇന്ത്യയിൽ വനിതാ കമ്മീഷൻ രൂപീകരിക്കണം എന്ന് നിർദ്ദേശം നൽകിയത് ആരാണ്? ദി കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൻസ് ഇൻ ഇന്ത്യ. അപ്പം വനിതാ കമ്മീഷൻ രൂപീകരിക്കണം എന്ന് സർക്കാരിനോട് നിർദ്ദേശം നൽകിയ കമ്മിറ്റിയുടെ പേരാണ് ദി കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൻസ് ഇൻ ഇന്ത്യ. ഈ ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്. അങ്ങനെ വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വേണ്ടി നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ വർഷം ഏതായിരിക്കും? അത് 1990 എന്ന് ഓർത്തിരിക്കണം. ദേശീയ വനിതാ കമ്മീഷന് വേണ്ടി നിയമം പാസ്സാക്കിയ വർഷം 1990. ഇനി അതിൻ പ്രകാരം ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നതെന്നായിരിക്കും? അത് 92 ജനുവരി 31 ഇന്ത്യയുടെ ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമാകുന്ന അല്ലെങ്കിൽ നിലവിൽ വരുന്നത് 92 ജനുവരി 31 തീയതിയാണ്. ഇനി അങ്ങനെ വരുന്ന ഇന്ത്യയുടെ ദേശീയ വനിതാ കമ്മീഷൻ എത്ര പേര് ചേരുന്നതാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ അകത്ത് ഒരു അധ്യക്ഷയും 5 അംഗങ്ങളുമാണ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ ആകെ എത്ര പേരുണ്ടായിരിക്കണം? അധ്യക്ഷ ഉൾപ്പെടെ 6 പേര് ചേരുന്നതാണ് ദേശീയ വനിതാ കമ്മീഷൻ. ഒരു അധ്യക്ഷയും 5 അംഗങ്ങളും എന്ന് ഓർത്തിരിക്കണം. ഇനി ഈ ദേശീയ വനിതാ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരിക്കും? നിയമിക്കുന്നത് ആരാണ്? നിയമിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനെന്ന് ഓർത്തിരിക്കണം. ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. തെറ്റിക്കരുത്. ബാക്കി പല കമ്മീഷൻ പഠിച്ച സമയത്ത് രാഷ്ട്രപതി എന്ന് പഠിച്ചിട്ടുണ്ട്. എന്നാൽ വനിതാ കമ്മീഷന്റെ കാര്യത്തിൽ ഓർത്തിരിക്കുക, കേന്ദ്ര സർക്കാരാണ് നിയമിക്കുന്നത്. ഇനി എത്ര വർഷത്തേക്കിനായിരിക്കണം കാലാവധി? ദേശീയ വനിതാ കമ്മീഷന്റെ കാലാവധി പരമാവധി 3 വർഷം എന്ന് ഓർത്തിരിക്കണം. എത്ര വർഷമാണ്? പരമാവധി 3 വർഷമാണ് വനിതാ കമ്മീഷന്റെ അധ്യക്ഷയുടെയും അംഗങ്ങളുടെയും കാലാവധി. ഇനി ഇങ്ങനെ വരുന്ന ഇന്ത്യയുടെ ദേശീയ വനിതാ കമ്മീഷൻ 92-ലാണല്ലോ നിലവിൽ വരുന്നത്. അന്ന് ഇതിന്റെ ആദ്യത്തെ അധ്യക്ഷയായതാരായിരിക്കും? അത് ജയന്തി പട്നായിക് എന്ന് ഓർത്തിരിക്കാരാണ്. ജയന്തി പട്നായിക് ഇന്ത്യയുടെ 1ാമത്തെ ദേശീയ വനിതാ കമ്മീഷണർ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വനിതാ കമ്മീഷന്റെ പേര് കൂടി പഠിക്കുക, ഗിരിജ വ്യാസ്.
ആരാണ്? ഗിരിജ വ്യാസ്. ദേശീയ വനിതാ കമ്മീഷണറായിട്ട് 2 പ്രാവശ്യം പ്രവർത്തിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമാണ് ഗിരിജ വ്യാസ്. 2 പ്രാവശ്യം ദേശീയ വനിതാ കമ്മീഷണർ ആയത് ആരാണ്? അത് ഗിരിജ വ്യാസ്. ഇനി മറ്റൊരു പേര് കൂടി ഇവിടെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, പല പ്രാവശ്യം ഇപ്പം ചോദിച്ചതാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ അകത്ത് അംഗമായ ആദ്യത്തെ പുരുഷൻ ആരാണ്? അതാണ് അലോക് റാവത്ത്. ആരാണ്? അലോക് റാവത്ത്. ദേശീയ വനിതാ കമ്മീഷന്റെ അംഗമായ ആദ്യത്തെ പുരുഷനാണ് ആര്? അലോക് റാവത്ത് എന്ന് ഓർത്തിരിക്കുക. നിലവിൽ ആരാണ് അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നത്? ആ ഒരു വസ്തുതയിലേക്ക് പോകുന്നില്ല, നിങ്ങൾ അതിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ നൽകിയേക്കുക. ഇനി വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടേ 1-2 കാര്യങ്ങൾ കൂടി അത്യാവശ്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യയുടെ ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ ആയിരിക്കും? അത് ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഡൽഹിയിലുള്ള ഓഫീസ് അറിയപ്പെടുന്ന പേരാണ് നിർഭയ ഭവൻ. ദേശീയ വനിതാ കമ്മീഷന്റെ ഹെഡ് ഓഫീസ് അറിയപ്പെടുന്ന പേരാണ് നിർഭയ ഭവൻ. എവിടാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഡൽഹി എന്ന് ഓർത്തിരിക്കുക. ഇനി അങ്ങനെ വരുന്ന ദേശീയ വനിതാ കമ്മീഷന്റെ ഒരു പ്രസിദ്ധീകരണമുണ്ട്, അതറിയപ്പെടുന്ന പേരാണ് രാഷ്ട്ര മഹിള. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് എന്ത്? രാഷ്ട്ര മഹിള. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ പ്രസിദ്ധീകരണത്തിന്റെ പേരോ എന്തായിരിക്കും? അത് സ്ത്രീ ശക്തി എന്നുകൂടി ഓർത്തിരിക്കുക. സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് സ്ത്രീ ശക്തി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് ദേശീയ വനിതാ കമ്മീഷനെ പറ്റി പ്രധാനമായിട്ടും നമ്മൾ അല്ലെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വസ്തുതകൾ. ഇത് പല പ്രാവശ്യം പരീക്ഷയെ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി സംസ്ഥാന വനിതാ കമ്മീഷനെ പറ്റി തൽക്കാലം ഇവിടെ നമ്മൾ പരാമർശിക്കുന്നില്ല, കാരണം സംസ്ഥാന കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടോപ്പിക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് മുകളിൽ നൽകിയേക്കാം, അതുകൂടി ഒന്ന് കാണുക. ഇനി നമ്മൾ വനിതകളുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട നിയമങ്ങളെ പറ്റി പഠിക്കാം. അപ്പൊ അതിൽ ആദ്യം ഓർത്തിരിക്കുക, 1961 പാസ്സാക്കിയ നിയമമാണ് സ്ത്രീധന നിരോധന നിയമം എന്ന് ഓർത്തിരിക്കുക. അപ്പം സ്ത്രീധന നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം ഏതാണ്? അത് 1961 എന്ന് ഓർത്തിരിക്കണം. പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി ഈ സ്ത്രീധന നിരോധന നിയമത്തിന് 1-2 പ്രത്യേകതകൾ കൂടിയുണ്ട്. ഒന്ന്, ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംയുക്ത സമ്മേളനത്തിലൂടെ പാസ്സാക്കിയ നിയമം, ജോയിന്റ് സിറ്റിംഗിലൂടെ പാസ്സാക്കിയ ആദ്യ നിയമം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവുമാണ് സ്ത്രീധന നിരോധന നിയമം. അങ്ങനെയാണെങ്കിൽ ജോയിന്റ് സിറ്റിംഗിനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതായിരിക്കും? ഇന്ത്യൻ ഭരണഘടനയിലെ 108ാമത്തെ ആർട്ടിക്കിൾ ആണ് ജോയിന്റ് സിറ്റിംഗിനെ പറ്റി പരാമർശിക്കുന്ന 108ാമത്തെ ആർട്ടിക്കിൾ. ഇനി ഇവിടെ സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട 1-2 വസ്തുതകൾ ഒന്ന് അറിഞ്ഞിരിക്കും. അപ്പം സ്ത്രീധനം നൽകുന്നതും വാങ്ങുന്നതും നിയമം മൂലം നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ഏതെങ്കിലും കാരണവശാൽ സ്ത്രീധനം നൽകുകയോ വാങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ ചുമത്താൻ സാധിക്കുന്ന ഏറ്റവും കുറഞ്ഞ പണിഷ്മെന്റ് എന്തായിരിക്കും? അത് അതിന്റെ ഉത്തരമാണ് ഏറ്റവും കുറഞ്ഞ വർഷം 5 വർഷം വരെയുള്ള തടവും 15,000 രൂപ പിഴയും ഈടാക്കാം എന്നാണ് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ പക്ഷം ചുമത്താവുന്ന പണിഷ്മെന്റ് ആണ് 5 വർഷം വരെയുള്ള തടവും അതോടൊപ്പം തന്നെ 15,000 രൂപയും. ഇതാണ് ഈ നിയമപ്രകാരം ഏറ്റവും കുറഞ്ഞ പക്ഷം ലഭിക്കാവുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഭാഗത്ത് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആരെങ്കിലും സ്ത്രീധനം ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് ലഭിക്കാവുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? അത് ഏറ്റവും കുറഞ്ഞ പക്ഷം 6 മാസം വരെയുള്ള തടവും പരമാവധി 2 വർഷം വരെയുള്ള തടവും ലഭിക്കാവുന്ന കേസാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പിഴ എത്ര എന്ന് ചോദിച്ചാൽ 10,000 രൂപ വരെ പിഴയും ഈടാക്കാൻ സാധിക്കുന്ന കേസാണ്. ആരെങ്കിലും സ്ത്രീധനം ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്കെതിരെ ചുമത്താൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാവുന്ന പണിഷ്മെന്റ് ആണ് 6 മാസം തൊട്ട് 2 വർഷം വരെയുള്ള തടവ് ശിക്ഷ ലഭിക്കാം. അതോടൊപ്പം തന്നെ 10,000 രൂപ വരെ പിഴയും അവരിൽ നിന്ന് ഈടാക്കാം എന്നാണ് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ ശിക്ഷാ നടപടികൾ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞതാണ് എന്ന കാര്യം ഓർത്തിരിക്കാം. ഇനി ഈ ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു നിയമമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരേ ജോലി ചെയ്യുന്നവർക്ക് ഒരേ കൂലി നൽകുന്നതിന് വേണ്ടിയുള്ള നിയമമുണ്ട്. അതാണ് ഈക്വൽ വേജ് ആക്ട് എന്നാണ് പറയുന്നത്, തുല്യവേതന നിയമം. ഈ നിയമം പാർലമെന്റ് പാസ്സാക്കുന്ന വർഷമാണ് 1976. ഏത് വർഷമാണ്? 1976 തുല്യവേതന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ തുല്യവേതനത്തെ പറ്റി ഭരണഘടനയിൽ പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതായിരിക്കും? ആ ആർട്ടിക്കിൾ ആണ് 39D. ഏത് ആർട്ടിക്കിളാണ്? 39D എന്ന് പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കാത്തു വരുന്ന ആർട്ടിക്കിളിന്റെ അകത്ത് പറയുന്നു ഒരേ ജോലി ചെയ്യുന്നവർക്ക് ഒരേ കൂലി നൽകണമെന്ന്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരു നിയമനിർമ്മാണം നടത്തിയ വർഷം 1976 എന്ന് ഓർത്തിരിക്കും. ഇനി ഈ ഭാഗത്ത് നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു സുപ്രധാന നിയമമാണ് 1987 നിലവിൽ വരുന്ന നിയമം. അപ്പം ഈ നിയമം ഇപ്പം പറയപ്പെടുന്നത് ദി കമ്മീഷൻ ഫോർ സതി പ്രിവെൻഷൻ ആക്ട് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും മനസ്സിലാക്കിയില്ലെങ്കിലും സതി നിരോധന നിയമം എന്ന് ഓർത്തിരിക്കുക. അപ്പൊ സതി നിരോധന നിയമം സ്വതന്ത്ര ഭാരതത്തിൽ വരുന്ന വർഷമാണ് 1987 എന്ന് ഓർത്തിരിക്കണം. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തന്നെ ഒരു സതി നിരോധന നിയമം ഇന്ത്യയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ വരുന്നുണ്ട്. അത് 1829 അപ്പം ആദ്യമായിട്ട് സതി നിരോധന നിയമം പാസ്സാക്കിയ വർഷം 1829. എന്നാൽ അതിന് പകരമായിട്ട് സ്വതന്ത്ര ഭാരതത്തിൽ സതി നിരോധന നിയമം വരുന്ന ഏത് വർഷമാണ്? അത് 1987 എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഈ ഭാഗത്തെ വളരെ പ്രാധാന്യമുള്ള ഒരു നിയമത്തിലേക്കാണ് ഇനി പോകുന്നത്. അതാണ് ഗാർഹിക പീഡന നിരോധന നിയമം. നമ്മുടെ സിലബസിന്റെ അകത്ത് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു നിയമത്തെ പറ്റിയാണ്. അപ്പൊ അതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇന്ത്യൻ പാർലമെന്റ് ഗാർഹിക പീഡന നിരോധന നിയമം പാസ്സാക്കിയ വർഷം ഏതാണ്? അത് 2005. ഏത് വർഷമാണ്? 2005. ഗാർഹിക പീഡന നിരോധന നിയമം പാസ്സാക്കിയ വർഷം 2005. എന്നാൽ ആ നിയമം നിലവിൽ വരുന്നത്, പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്? അത് 2006 ഒക്ടോബർ 26. നോട്ട് ചെയ്തേക്കണം. 2006 ഒക്ടോബർ 26 ഈ നിയമം നിലവിൽ വരുന്നത്. എന്നാൽ പാസ്സാക്കിയത് ഏത് വർഷമെന്ന് ചോദിച്ചാൽ 2005. അപ്പം പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ശ്രദ്ധിച്ചോണം, പാസ്സാക്കിയ വർഷമാണോ നിലവിൽ വന്ന വർഷമാണോ ചോദിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഉത്തരം എഴുതാൻ. ഇനി ഈ പറയുന്ന ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് ആരാണ്? അപ്പം ഇത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമത്തെ പറ്റിയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും സ്ത്രീകൾ ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളും ഈ പറയുന്ന ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരാറുണ്ടെന്ന് ഓർത്തിരിക്കുക. അതായത് വീടിനുള്ളിൽ കുട്ടികൾക്കെതിരായിട്ടുണ്ടാകുന്ന അതിക്രമങ്ങളും ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾക്കൊള്ളിക്കാറുണ്ട്. അപ്പം വനിതകളും കുട്ടികളും ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരും എന്ന് ഓർത്തിരിക്കുക. ഇനി ഈ പറയുന്ന ഗാർഹിക പീഡന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥന്റെ പേരാണ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഏതെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നിയമസഹായം നൽകുകയോ അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള സഹായങ്ങൾ നൽകേണ്ട ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന കാര്യം ഓർത്തിരിക്കുക. ഓരോ ജില്ലയ്ക്ക് ഓരോ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന രീതിയിലാണ് സാധാരണഗതിയിൽ വരുന്നത്. ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഒന്നിലധികം പേരെയൊക്കെ നൽകാനുള്ള വ്യവസ്ഥയുണ്ട്. അപ്പോൾ സർക്കാരാണ് പ്രൊട്ടക്ഷൻ ഓഫീസറെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കാലാവധി പരമാവധി 3 വർഷമാണെന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പം ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം നിയമസഹായം നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് പരാതികൾ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥനെ പൊതുവിൽ അറിയപ്പെടുന്ന പേരാണ് പ്രൊട്ടക്ഷൻ ഓഫീസർ. അദ്ദേഹത്തിന്റെ കാലാവധി പരമാവധി 3 വർഷത്തേക്കിനാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഈ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഒരു കേസ് കോടതിയിൽ ഹിയറിംഗിന് എടുത്തു കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. അതായത് കേസ് കോടതി പരിഗണിച്ചാൽ ആ ഡേറ്റ് തൊട്ട് അടുത്ത 60 ദിവസത്തിനുള്ളിൽ ആ കേസിന്റെ എല്ലാ നടപടികളും പൂർത്തീകരിക്കണം എന്നുകൂടി നിയമത്തിന്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം ഗാർഹിക പീഡന നിരോധനവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു സുപ്രധാന നിയമമാണ് നിർഭയ നിയമം എന്ന് പറയുന്ന നിയമം. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള സംഭവമായിരിക്കും. 2012 ഡൽഹിയിൽ നടന്ന ഒരു ഇൻസിഡന്റ്. അപ്പൊ ആ ഒരു ഇൻസിഡന്റിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമമാണ് നിർഭയ നിയമം എന്ന് പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ നിർഭയ നിയമം എന്നുള്ളതല്ലേ ഇതിന്റെ പേര്.
ഇന്ത്യൻ ക്രിമിനൽ ലോ അമെൻമെന്റ് ആക്ട് 2013 എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ പേര്. അപ്പൊ നമ്മളിവിടെ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും നിർഭയ നിയമം എന്ന് പഠിക്കണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഡൽഹിയിലെ ആ ഇൻസിഡന്റിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ നിയമമാണ് നിർഭയ നിയമം എന്നതിനെ പരാമർശിക്കുന്നു. അതിന്റെ യഥാർത്ഥ പേര് ഇന്ത്യൻ ക്രിമിനൽ ലോ അമെൻമെന്റ് ആക്ട് 2013 എന്ന് കൂടി ഓർത്തിരിക്കും. ഇനി ഈ പറയുന്ന നിർഭയ നിയമവുമായി ബന്ധപ്പെട്ട് ഒരു 2 കമ്മീഷന്റെ പേര് കൂടി നിങ്ങൾ പഠിച്ചിരിക്കുക. അതായത് ഈ നിർഭയ നിയമത്തിന് വേണ്ടി റെക്കമെൻഡേഷൻ നൽകിയ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് വർമ്മ കമ്മീഷൻ എന്ന് പറയണം. ഏത് കമ്മീഷനാണ്? വർമ്മ കമ്മീഷൻ. ഈ വർമ്മ എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ പഴയ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന, അല്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പഴയ അധ്യക്ഷനായിട്ടിരുന്ന വ്യക്തിയാണ് JS വർമ്മ. അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഇദ്ദേഹം അധ്യക്ഷനായിട്ട് വരുന്നതാണ് ഈ പറയുന്ന വർമ്മ കമ്മീഷൻ. അവരുടെ റെക്കമെൻഡേഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് നിർഭയ നിയമം 2013 പാസ്സാക്കുന്നത് അല്ലെങ്കിൽ നിലവിൽ വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു കമ്മീഷനാണ് ഉഷ കമ്മീഷൻ എന്ന് പറയുന്നത്. അതായത് ഈ നിർഭയ ഇൻസിഡന്റിനെ പറ്റി പരിശോധിക്കുന്നതിന് വേണ്ടി വന്ന കമ്മീഷനാണ് ഉഷ കമ്മീഷൻ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം നിർഭയ നിയമവുമായി ബന്ധപ്പെട്ട് 2 കമ്മീഷന്റെ പേര് ഓർത്തിരിക്കുക. നിർഭയ നിയമത്തിന് വേണ്ടി ശുപാർശ നൽകിയത് വർമ്മ കമ്മീഷനും നിർഭയ ഇൻസിഡന്റ് അന്വേഷിച്ച കമ്മീഷൻ ഉഷ കമ്മീഷൻ എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഒരു ഡേറ്റ് കൂടി നമ്മൾ അത്യാവശ്യം പഠിച്ചിരിക്കണം. ഡിസംബർ 16 ഇന്ത്യയിൽ നിലവിൽ നിർഭയ ദിനമായിട്ട് ആചരിക്കുന്ന ഡേറ്റ് ആണ് ഡിസംബർ 16. ഡിസംബർ 16 ഇന്ത്യയിൽ എപ്രകാരം ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ നിർഭയ ദിനമായിട്ട് ആചരിക്കുന്നു എന്നുകൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിർഭയ നിയമവുമായിട്ട് ഓർത്തിരിക്കുക. അത് 2013 വരുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി 2013 തന്നെ പാസ്സാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട നിയമം കൂടിയുണ്ട്. അത് തൊഴിലിടങ്ങളിൽ വനിതകൾക്കെതിരായിട്ടുണ്ടാകുന്ന അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള നിയമം വരുന്നതും ഏത് വർഷമാണ്? 2013 എന്ന് ഓർത്തിരിക്കുക. നിയമമാണ് ജോലി സ്ഥലങ്ങളിൽ വനിതകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള നിയമം വരുന്നതും ഏത് വർഷമാണ്? 2013 എന്ന് ഓർത്തിരിക്കുക. അപ്പം 2 നിയമങ്ങളായല്ലോ 2013. ഇനി ഒരു നിയമം കൂടി പറയാം. ഇന്ത്യയിൽ ഭക്ഷ്യസുരക്ഷാ നിയമം, ഇന്ത്യയുടെ ഫുഡ് സെക്യൂരിറ്റി ആക്ട് വരുന്നതും ഏത് വർഷം തന്നെയാണ്? 2013. അപ്പം 2013 വന്ന 3 നിയമങ്ങളുടെ കാര്യം പറഞ്ഞു. ഒന്ന് നിർഭയ നിയമം, മറ്റൊന്ന് ജോലി സ്ഥലങ്ങളിൽ വനിതകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ളത്, 3 ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ നിയമം വരുന്നതും ഏത് വർഷം തന്നെയാണ്? 2013 എന്ന് ഓർത്തിരിക്കുക. ഇനി വനിതകളുമായി ബന്ധപ്പെട്ട ഈ ഭാഗത്ത് 2 വർഷങ്ങൾ കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അതിൽ ഒന്നാണ് 2001. ഇന്ത്യയിൽ വനിതകളുമായി ബന്ധപ്പെട്ട് വരുന്ന വുമൻസ് എംപവർമെന്റ് ഇയർ ആയിട്ട് ആചരിച്ച വർഷമാണ് 2001. വുമൻസ് എംപവർമെന്റ് ഇയർ ആയിട്ട് ഇന്ത്യയിൽ ആചരിച്ചത് 2001. അതുപോലെ തന്നെ 1979 വനിതകൾക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടി UN ഒരു പ്രത്യേക സമ്മേളനം നടത്തുകയും ഒരു പ്രമേയം പാസ്സാക്കുകയും ചെയ്ത വർഷമാണ് 1979. ഇത് പല പ്രാവശ്യം പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഐക്യരാഷ്ട്രസഭ വനിതകൾക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളും തടയുന്നതിന് വേണ്ടി ഒരു പ്രമേയം പാസ്സാക്കിയ വർഷം ഏതെന്ന് ചോദിച്ചാൽ 1979. എന്നാൽ അത് നിലവിൽ വരുന്നത് 1981 പാസ്സാക്കിയ വർഷം തൽക്കാലം ഇവിടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വനിതകളുടെ അവകാശവുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗത്ത് നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുട്ടികളുടെ അവകാശങ്ങളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക, ഇന്ത്യയിൽ കുട്ടികൾ എന്ന് പറയുന്നത് എത്ര വയസ്സ് വരെ ഉള്ളവരാണ്? ഇന്ത്യയിൽ 0 തൊട്ട് 18 വയസ്സ് വരെ ഉള്ളവരെയാണ് കുട്ടികളായിട്ട് കണക്കാക്കുന്നതെന്ന് ഓർത്തിരിക്കുന്നത്. മനസ്സിലാക്കി വെക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓർത്തിരിക്കുക, 0 തൊട്ട് 18 വയസ്സ് വരെയുള്ളവരെയാണ് കുട്ടികളെന്ന് ഇന്ത്യയിൽ കണക്കാക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി കുട്ടികളുടെ അവകാശത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിൽ കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷൻ വരുന്നുണ്ട്. ആ കമ്മീഷന്റെ ചുരുക്കപ്പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്.
നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. പലപ്പോഴും NCPCR എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പം ദേശീയ ബാലാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വേണ്ടി നിയമം പാസ്സാക്കിയ വർഷം ഏതായിരിക്കും? ഇന്ത്യൻ പാർലമെന്റ് നിയമം പാസ്സാക്കുന്നത് 2005 ഏത് വർഷമാണ്? 2005. ദേശീയ ബാലാവകാശ കമ്മീഷന് വേണ്ടി നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം 2005. ആ നിയമം നിലവിൽ വരുന്നത് 2006. എന്നാൽ ആ നിയമപ്രകാരം ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 2007. NCPCR നിലവിൽ വരുന്നത് 2007 ഓർത്തിരിക്കണം, തെറ്റിക്കരുത്. നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷമെന്ന് ചോദിച്ചാൽ 2005. ഇനി ആ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നത് 2006. എന്നാൽ ആ നിയമപ്രകാരം ബാലാവകാശ കമ്മീഷൻ വരുന്നത് 2007 എന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി ദേശീയ തലത്തിൽ വരുന്ന ബാലാവകാശ കമ്മീഷന്റെ അകത്ത് ഒരു അധ്യക്ഷനും 6 അംഗങ്ങളുമാണ് ഉണ്ടായിരിക്കേണ്ടത്. എത്ര പേരാണ്? ഒരു അധ്യക്ഷനും 6 അംഗങ്ങളും അടങ്ങുന്നതാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ. ഇവരെയും നിയമിക്കുന്നത് വനിതാ കമ്മീഷനെ പോലെ തന്നെ കേന്ദ്ര സർക്കാർ തന്നെയാണ് വനിതാ കമ്മീഷനെയും ബാലാവകാശ കമ്മീഷനെയും നിയമിക്കുകയും മാറ്റുകയും ഒക്കെ ചെയ്യുന്നു. ഇനി ബാലാവകാശ കമ്മീഷന്റെ കാലാവധി ഒന്ന് നോട്ട് ചെയ്യണം. ഇതിനകത്ത് അധ്യക്ഷനെയും അംഗങ്ങൾക്കും 2 വ്യത്യസ്ത കാലയളവാണ്. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകിച്ച് നോട്ട് ചെയ്തേക്കും. അപ്പൊ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷ പദവിയിൽ വരുന്ന ആളുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ആണ്. എത്രയാണ്? 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ്. ഇതാരുടെ കാലാവധിയാണ്? അധ്യക്ഷന്റെ കാലാവധിയാണ്. ഇനി അംഗങ്ങളായിട്ട് വരുന്നവരുടെ കാലാവധിയോ? അത് 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സെന്ന് ഓർത്തിരിക്കണം. എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സാണ് അംഗങ്ങളുടെ കാലാവധി എന്നുകൂടി ഓർത്തിരിക്കുക. അപ്പം ബാലാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 2007. ആകെ അധ്യക്ഷൻ ഉൾപ്പെടെ 7 പേരുണ്ടായിരിക്കണം. അവരുടെ കാലാവധിയും പറഞ്ഞു. അങ്ങനെ 2007 വരുന്ന കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷയാണ് ശാന്ത സിൻഹ. ആരാണ്? ശാന്ത സിൻഹയാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഈ പറയുന്ന വനിതാ കമ്മീഷൻ ആയിക്കൊള്ളട്ടെ, ബാലാവകാശ കമ്മീഷൻ ആയിക്കൊള്ളട്ടെ, അവര് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ആർക്കായിരിക്കും? അത് കേന്ദ്ര സർക്കാരിനെന്ന് ഓർത്തിരിക്കുക. ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ് അവര് ആനുവൽ റിപ്പോർട്ട്, മറ്റു റിപ്പോർട്ടുകളെല്ലാം നൽകേണ്ടത് കേന്ദ്ര സർക്കാരിനെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രം ദേശീയ ബാലാവകാശ കമ്മീഷനെ പറ്റി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ പറ്റി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി കുട്ടികളുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെ 1-2 ഡേറ്റുകൾ അത്യാവശ്യം ഒന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം ഇന്ത്യയിൽ ശിശുദിനമായിട്ട് ആചരിക്കുന്ന ഡേറ്റ് ഏതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാണ്? നവംബർ 14. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ കുട്ടികളുടെ ദിനമായിട്ട് ആചരിക്കുന്നതോ? അത് നവംബർ 20 എന്ന് ഓർത്തിരിക്കണം. ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഡേറ്റ് ആണ് നവംബർ 20 എന്ന് ഓർത്തിരിക്കുക. ഇനി ഇവിടെ തന്നെ ചേർത്തൊരു ഡേറ്റ് കൂടി അങ്ങ് പഠിച്ചേക്കുക. ജൂൺ 12 എന്തായിരിക്കും? അന്താരാഷ്ട്ര തലത്തിൽ ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്ന ഡേറ്റ് എന്നാണ്? ജൂൺ 12 അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം. ഈ പറയുന്ന ഡേറ്റുകളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. കാരണം എല്ലാ പരീക്ഷയ്ക്കകത്തും ഒരു ചോദ്യം ഡേറ്റുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പല ക്ലാസ്സിൽ പല ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ. ഇനി കുട്ടികളുടെ അവകാശത്തിലേക്ക് വരുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട നിയമമാണ് ബാലവേല നിരോധന നിയമം. ഏത് നിയമമാണ്? ബാലവേല നിരോധന നിയമം. അപ്പം ഈ ഒരു നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത് 1986. ഏത് വർഷമാണ്? 1986 ഇന്ത്യൻ പാർലമെന്റ് ബാലവേല നിരോധന നിയമം പാസ്സാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 86 ബാലവേല നിരോധന നിയമം പാസ്സാക്കുന്നതിന് കാരണമായത് ഏത് സമിതിയുടെ റിപ്പോർട്ടാണ്? ഗുരുപാദം സ്വാമി കമ്മിറ്റി. ഓർത്തിരിക്കേണ്ടതാണ്, ചോദിച്ചിട്ടുള്ളതാണ്. ബാലവേല നിരോധന നിയമം രൂപീകരിക്കുന്നതിന് വേണ്ടി റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയുടെ പേരാണ് ഗുരുപാദം സ്വാമി കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 86 ഈ നിയമം ഇന്ത്യയിൽ നിലവിൽ വരുന്നത്.
ഇനി ബാലവേലയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെ ഓർത്തിരിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ് 24. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ 24ാമത്തെ ആർട്ടിക്കിൾ പറയുന്നു ബാലവേല നിരോധനത്തെ പറ്റി പരാമർശിക്കുന്നു. ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള ദിനമേന്ന് ചോദിച്ചാലോ മുമ്പേ പറഞ്ഞതാണ് ജൂൺ 12 എന്ന് ഓർത്തിരിക്കും. ഇനി ബാലവേല നിരോധനത്തെ പറ്റി പറയുമ്പോൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി. ഇന്ത്യയിൽ ബാലവേല നിരോധനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും 2014 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നേടുകയും ചെയ്ത വ്യക്തിയാണ് ആര്? കൈലാഷ് സത്യാർത്ഥി. അപ്പം ഈ കൈലാഷ് സത്യാർത്ഥി രൂപീകരിച്ച ഒരു സംഘടനയുണ്ട്. ആ സംഘടന അറിയപ്പെടുന്ന പേരാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടന. ഏതാണ്? ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ച വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി എന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി ഈ പറയുന്ന ബാലവേല നിരോധനത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിംബൽ ഉണ്ട്. ആ സിംബൽ അറിയപ്പെടുന്ന പേരാണ് ഗുഡ് വീവ് എന്ന കാര്യം ഓർത്തിരിക്കുക. പണ്ട് അതിന്റെ പേര് റെക്മാർക്ക് എന്നായിരുന്നു, ഇപ്പോഴത് അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ്. അപ്പം ഈ ബാലവേല നിരോധനത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗുഡ് വീവ് എന്നുള്ള ഈ സിംബല് നിർദ്ദേശിച്ചത് ആരെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? കൈലാഷ് സത്യാർത്ഥി എന്നുകൂടി ഈ ഭാഗത്തൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി കുട്ടികളുടെ അവകാശത്തിലേക്ക് വരുന്ന സമയത്ത് ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് 2006 ഇന്ത്യൻ പാർലമെന്റ് കൊണ്ടുവരുന്ന ശൈശവ വിവാഹ നിരോധന നിയമം എന്ന് പറയുന്നത്. ഏത് നിയമമാണ്? ശൈശവ വിവാഹ നിരോധന നിയമം. പാർലമെന്റ് പാസാക്കിയ വർഷമാണ് 2006 എന്ന് ഓർത്തിരിക്കുക. എന്നാൽ ഇതിനു മുമ്പും പല ശൈശവവിവാഹ നിരോധന നിയമങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒന്നാണ് 1929 വരുന്ന ശാരദ ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ശാരദ ആക്ട് എന്തുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു നിയമമാണ്? എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? ശൈശവ വിവാഹം തടയുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു നിയമമാണ് ശാരദ ആക്ട്. 1929 വരുന്നത്. അപ്പൊ അതിനുശേഷം ഇന്ത്യൻ പാർലമെന്റ് അല്ലെങ്കിൽ നിലവിൽ ഉള്ള ശൈശവ വിവാഹ നിരോധന നിയമം പാസാക്കിയ വർഷമെന്ന് ചോദിച്ചാൽ 2006 എന്ന് പറയണം. ഇനി ഈ ഭാഗത്ത് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ വർഷം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് 2009 എന്ന് പറയണം. പല പ്രാവശ്യം പരീക്ഷയെ ചോദിച്ചിട്ടുള്ളതും പലരും തെറ്റിച്ചിട്ടുള്ളതുമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം 2009 ആണ്. എന്നാൽ വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷമാണ് 2010 ഏപ്രിൽ 1 കൂടി പഠിച്ചിരിക്കുന്നതാണ്. 2010 ഏപ്രിൽ 1 നിയമം നിലവിൽ വരുന്നത്. പക്ഷെ പാസ്സാക്കിയതോ 2009 എന്ന് ഓർത്തിരിക്കുക. അപ്പം ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഭേദഗതിയെ കൂടി ഒന്ന് ഓർത്തിരിക്കുക. വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമാക്കിക്കൊണ്ട് ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഭേദഗതിയുണ്ട്. ഏതാണ്? 2002 86ാം ഭേദഗതി. അപ്പം വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കുന്നതിന് കാരണമായ ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ 2002 86ാം ഭേദഗതി. എന്നാൽ വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കുന്ന 2009 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ 1 കൂടി ഓർത്തിരിക്കുക. ഇനി ഈ ഭാഗത്ത് വരുന്ന വളരെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ സിലബസിന്റെ അകത്ത് എടുത്തു നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിയമമാണ് ഇനി പറയാൻ പോകുന്നത്. അതാണ് പോക്സോ നിയമം എന്ന് പറയുന്ന നിയമം. പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്. പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്. അപ്പം ഈ പോക്സോ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത് അല്ലെങ്കിൽ നിലവിൽ വരുന്നത് ഏത് വർഷമായിരിക്കും? അത് 2012 ഓർത്തിരിക്കുക. പോക്സോ നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷമെന്നോ നിലവിൽ വരുന്ന വർഷമെന്നോ ചോദിച്ചാൽ 2012 ആണ്. ഇവിടെ ഡേറ്റ് കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഈ പോക്സോ നിയമം നിലവിൽ വരുന്നത് 2012 നവംബർ 14 ശിശുദിനത്തിന്റെ അന്നാണ് പോക്സോ നിയമം നിലവിൽ വരുന്നത്. 2012 നവംബർ 14 നിലവിൽ വരുന്നത്.
എന്നാൽ ഈ പോക്സോ നിയമം പിന്നീട് 2019 ഒന്ന് ഭേദഗതി ചെയ്തു എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന എല്ലാവിധ അതിക്രമങ്ങളും ഈ ഒരു നിയമത്തിന്റെ പരിധിയിലാണ് വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അത് നമ്മൾ വാക്കിലോടോ പ്രവൃത്തിയിലൂടോ നോട്ടത്തിലോടോ ഏത് രീതിയിലെങ്കിലും കുട്ടികളെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ അവർക്കെതിരായിട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ പോക്സോ നിയമപ്രകാരം കേസെടുക്കാമെന്നാണ് പറയുന്നത്. വളരെ ശക്തമായിട്ടുള്ള ഒരു നിയമമാണ്. ജാമ്യം പോലും ലഭിക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു നിയമമാണ് പോക്സോ നിയമം എന്ന് ഓർത്തിരിക്കുക. ഇനി ഈ ഒരു നിയമപ്രകാരം 1-2 ശിക്ഷകളെ പറ്റി ഒന്ന് പ്രതിപാദിച്ചു പോകാം. അതിൽ ഒന്നാണ് പോക്സോ നിയമപ്രകാരം അല്ലെങ്കിൽ ഈ കുട്ടികൾക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ ഏതെങ്കിലും രീതി പീഡിപ്പിക്കുക, പല രീതിയിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ പണിഷ്മെന്റ് എന്ന് പറയുന്നത് 10 വർഷത്തെ തടവാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏറ്റവും കുറഞ്ഞ വർഷം 10 വർഷം വരെയുള്ള തടവ് ലഭിക്കാം, പരമാവധി ജീവപര്യന്തം വരെ ലഭിക്കാം എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ ഓർത്തിരിക്കുക, 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് പീഡിപ്പിക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും കൃത്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും കുറഞ്ഞ പക്ഷം ലഭിക്കുന്നത് 20 വർഷം വരെയുള്ള തടവാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പം കുട്ടികളെന്ന് പറയുമ്പോൾ 18 വയസ്സ് വരെയുള്ളവരുണ്ട്. അപ്പം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സമയത്ത് സാധാരണഗതിയിൽ ഒരു ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാൽ 10 വർഷം വരെയുള്ള തടവ് അതിൻ്റെ അകത്ത് ലഭിക്കാം. എന്നാൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെതിരെയാണ് ഒരു അതിക്രമം വരുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും കുറഞ്ഞ പക്ഷം ലഭിക്കാവുന്നത് 20 വർഷം വരെയുള്ള തടവാണ്. പരമാവധി ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന കേസാണ് ഈ പോക്സോ നിയമപ്രകാരം വരുന്ന പീഡന കേസുകൾ എന്ന് ഓർത്തിരിക്കുക. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടി ഓർത്തിരിക്കണം. കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തുന്നത് സ്വന്തപ്പെട്ട ആൾക്കാർ തന്നെയാണെന്ന് കരുതുക. വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ കുട്ടികളെ എവിടെയെങ്കിലും സംരക്ഷിക്കാൻ കൊടുത്തിട്ട് ആ സംരക്ഷിക്കാൻ ചുമതലയുള്ളവർ തന്നെയാണ് കുട്ടികൾക്കെതിരെ അതിക്രമം നടത്തുന്നതെങ്കിൽ അവർക്ക് ഈ നിയമപ്രകാരം ഏറ്റവും കുറഞ്ഞ പക്ഷം 20 വർഷം വരെയുള്ള തടവ് ശിക്ഷയും പരമാവധി വധശിക്ഷ വരെ ലഭിക്കാമെന്നുകൂടി ഓർത്തിരിക്കുക. അതുകൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതായത് വേണ്ടപ്പെട്ടവർ തന്നെയാണ് സ്വന്തം കുട്ടികളെ ഏതെങ്കിലും രീതിയിൽ അതിക്രമം അവർക്കെതിരെ നടത്തുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം 20 വർഷം വരെയുള്ള തടവും പരമാവധി വധശിക്ഷ വരെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു നിയമമാണ് പോക്സോ നിയമം എന്ന് ഓർത്തിരിക്കുക. അപ്പൊ അതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു അതിക്രമം വന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ആജീവനാന്ത കാലം അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരും. അല്ലെങ്കിൽ അത്രയ്ക്കും പ്രാധാന്യമാണ് നിലവിൽ കുട്ടികൾക്ക് ഇന്ത്യയിൽ നൽകുന്നത് എന്ന കാര്യം കൂടി ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഈ ഒരു ഭാഗത്ത് ഓർത്തിരിക്കേണ്ട മറ്റൊരു നിയമമാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. അതായത് കുട്ടികളാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക നിയമമാണ് ജുവനൈൽ ജസ്റ്റിസ് എന്ന് പറയുന്ന നിയമം. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്നത്. നിലവിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പാർലമെന്റ് പാസ്സാക്കുന്നത് 2015 അത് നിലവിൽ വരുന്നത് 2016 കൂടി ഓർത്തിരിക്കുക. നിലവിലുള്ള ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പാസ്സാക്കിയത് 2015 അത് നിലവിൽ വന്നത് 2016 ഓർത്തിരിക്കുന്നാൽ ഇതിനു മുമ്പ് ഒരു ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2000 വരുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും പിൻവലിച്ചിട്ട് അതിന് പകരമായിട്ടാണ് ഈ ഒരു ജുവനൈൽ ജസ്റ്റിസ് ആക്ട് കൊണ്ടുവന്നത് എന്നുകൂടി നിങ്ങൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി കുട്ടികളുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു സംഘടനയാണ്, നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും, ചൈൽഡ് ലൈൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. കുട്ടികളുടെ അവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ്. 1996 ഈ ഒരു ചൈൽഡ് ലൈൻ എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പം പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ചൈൽഡ് ലൈൻ എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്ന വർഷം ഏതാണ്? 1996 രൂപീകരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ആ ചൈൽഡ് ലൈന് ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. അത് എത്ര ആയിരിക്കും? അതാണ് 1098 എന്ന് ഓർത്തിരിക്കുക. ചൈൽഡ് ലൈനിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് 1098. അങ്ങനെയാണെങ്കിൽ ഈ 1091 അത് വനിതാ ഹെൽപ്പ് ലൈൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. വനിതകളുമായി ബന്ധപ്പെട്ട മറ്റു ഒരുപാട് നമ്പറുകളുണ്ട്. പ്രധാനമായിട്ട് ഇത് രണ്ടും തൽക്കാലം ഈ ഒരു ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. കുട്ടികളുമായി ബന്ധപ്പെട്ട് വരുന്ന ഹെൽപ്പ് ലൈൻ 1098, വനിതകളുടെ ഹെൽപ്പ് ലൈൻ എത്ര എന്ന് ചോദിച്ചാൽ 1091.
ഒന്നെന്ന് പറയണം, മറ്റു പലതും ഉണ്ടെന്ന് കൂടി ഒന്ന് മനസ്സിലിരുത്തിയേക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട് വരുന്ന അവകാശവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി വരുന്നത് മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട് വരുന്ന അവകാശങ്ങളെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഭാഗത്ത് അധികമൊന്നും പഠിക്കാനുള്ള 1-2 പോയിന്റ് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. വളരെ ചെറിയൊരു ഭാഗമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആദ്യം തന്നെ ഓർത്തിരിക്കുക, മുതിർന്ന പൗരന്മാരുടെ ദിനമായിട്ട് സീനിയർ സിറ്റിസൺ ഡേ ആയിട്ട് ആചരിക്കുന്ന എന്നായിരിക്കും. അതാണ് ഒക്ടോബർ 1 ഓർത്തിരിക്കുക. സീനിയർ സിറ്റിസൺ ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്, അത് ഒക്ടോബർ 1 നോട്ട് ചെയ്തേക്കുക. ഇനി എത്ര വയസ്സ് കഴിഞ്ഞവരെയാണ് സീനിയർ സിറ്റിസൺ ആയിട്ട് പരിഗണിക്കുന്നത്? 60 വയസ്സ് കഴിഞ്ഞവരെയാണ് സീനിയർ സിറ്റിസൺ എന്ന രീതിയിൽ ഇന്ത്യയിൽ പരിഗണിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. പലയിടത്തും പല വ്യത്യാസം കാണും. ഇന്ത്യയിൽ പൊതുവിൽ 60 വയസ്സ് കഴിഞ്ഞവരെയാണ് സീനിയർ സിറ്റിസൺ എന്ന രീതിയിൽ പരിഗണിക്കുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി ഈ പറയുന്ന മുതിർന്ന പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. അത് ഏതൊക്കെ വർഷമാണെന്നൊന്ന് നോട്ട് ചെയ്തേക്കുക. ഒന്ന് 1982 മറ്റൊന്ന് 2002 ഓർത്തിരിക്കുക. അപ്പം മുതിർന്ന പൗരന്മാരുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി UN പ്രത്യേക സമ്മേളനം നടത്തിയത് ആദ്യത്തേത് 1982 രണ്ടാമത്തേത് 2002 എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഈ പറയുന്ന മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ കരുതുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ഒരു നിയമം വരുന്നുണ്ട്. ആ നിയമം വരുന്നത് 2007. അപ്പം മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരെ കരുതുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നിയമം കൊണ്ടുവന്ന വർഷം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? 2007 എന്ന് ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെ വരുന്ന ആ നിയമം ഏതാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് എ സീനിയർ സിറ്റിസൺ ആക്ട് എന്നാണ് ആ നിയമം അറിയപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ്? മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് സീനിയർ സിറ്റിസൺ ആക്ട് എന്നാണ് പറയുന്നത്. ഈ നിയമം വരുന്നത് 2007 ഓർത്തിരിക്കുക. അപ്പൊ ഈ നിയമപ്രകാരം പറയുന്നുണ്ട്, മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് മക്കളുടെ ചുമതലയാണ്. ഇനി അങ്ങനെ അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം, അതായത് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ളത് മക്കൾ ചെയ്തു കൊടുക്കണം എന്നാണ് ഈ നിയമത്തിന്റെ അകത്ത് പറയുന്നത്. അപ്പൊ ഇത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ മക്കൾക്കെതിരെ കേസെടുക്കാനുള്ള പ്രത്യേക അവകാശം കൂടി അല്ലെങ്കിൽ അവസരം കൂടി ഈ നിയമം നൽകുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യമേ ഉള്ളൂ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന രീതിയിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ. ഇത്രയും കാര്യമേ ഇവിടെയുള്ളൂ. അപ്പം ഇതുകൂടി ഇതിന്റെ ഭാഗത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പം ഈ പറഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നൽകാം, അതിന്റെ ഉത്തരം നിങ്ങൾ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ എന്ന് സ്വയം വിലയിരുത്താം.
അപ്പം തന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചോ? അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ പഠിപ്പിച്ച കാര്യം മനസ്സിലായി എന്നാണ് അതിന്റെ അർത്ഥം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കണ്ടിട്ട് ഒന്നുകൂടെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഈ ഒരു ക്ലാസ്സോടുകൂടി സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഈ ഭാഗത്തെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗത്തു നിന്ന് ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും അതിന്റെ ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പം ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി.